ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് DNA റിപ്പയർ അല്ലെങ്കിൽ DNA ആക്ടിവേഷൻ എന്നാൽ എന്താണെന്നും അത് ഏതൊക്കെ മെത്തേഡ്സിൽ ചെയ്യാമെന്നും DNA ആക്ടിവേറ്റ് ആയാൽ നമ്മൾക്ക് അത് ഈ ജേർണിയിൽ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്നും മനസ്സിലാക്കാം. DNA എന്നാൽ നമ്മളുടെ ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന മോളിക്യൂളാണ്. ഇത് നമ്മളുടെ ഓരോ കോശങ്ങളിലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ DNA എന്നാൽ നമ്മളുടെ ബ്ലൂ പ്രിൻ്റ് ആണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ DNA റിപ്പയർ എന്ന് പറയുന്നത് 2 DNAs ആണ് നമ്മളിവിടെ റിപ്പയർ ചെയ്യുന്നത്. ബയോളജിക്കലായിട്ട് നമ്മൾക്ക് കിട്ടിയ DNAയും, അതായത് നമ്മളുടെ ശരീരത്തിലൂടെ നമ്മൾക്കുള്ള DNAയും നമ്മളുടെ സോളിലുള്ള ഒരു DNA ഉണ്ട്. ഈ 2 തരത്തിലുള്ള DNAs നമ്മൾ ഈ ജേർണിയിൽ റിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ബയോളജിക്കലായിട്ടുള്ള DNAയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് നമ്മളുടെ ശരീര കോശങ്ങളിലുള്ള DNA ആണ്. ഇത് ഈ DNAയിൽ ആക്ച്വലി നമ്മളുടെ ഫോർ ഫാദേഴ്സിൻ്റെ, ആൻസിസ്റ്റേഴ്സിൻ്റെ ഒക്കെയും കർമ്മയും അടങ്ങിയിട്ടുണ്ട്. അതായത് അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളായിരിക്കാം, നല്ലതല്ലാത്ത കാര്യങ്ങളായിരിക്കാം. ഇത് രണ്ടിൻ്റെയും മെമ്മറി നമ്മളുടെ ഈ DNAയിൽ നമ്മൾക്ക് നമ്മളുടെ ഫോർ ഫാദേഴ്സിൻ്റെ ത്രൂ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ആ സമയത്ത്, അതായത് നമ്മളുടെ ആൻസിസ്റ്റേഴ്സൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള ഒരു കണ്ടീഷനിങ് കാണും, സോഷ്യൽ കണ്ടീഷനിങ്. അതൊക്കെയും അങ്ങനെ തന്നെ ഒരു മെമ്മറി ആയിട്ട് അവരിലൂടെ നമുക്ക് പാസ് ഓൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ DNAയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളും നമുക്ക് ഹീൽ ചെയ്യണം. അപ്പോൾ സോൾ DNA എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ നമ്മൾ പല ജന്മങ്ങളിൽ പല ഫാമിലി ട്രീസിൽ ജന്മമെടുത്തിട്ടുണ്ട് പാസ്റ്റ് ലൈഫ്സിൽ. അപ്പോൾ അങ്ങനെ ഉള്ള മെമ്മറീസ്, ആ ഒരു ഫാമിലി ട്രീസിലുള്ള കർമാസ് ആയിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ തോട്ട് പാറ്റേൺ ആയിരിക്കാം, കണ്ടീഷനിങ് ആയിരിക്കാം. ഇതൊക്കെയും നമ്മളുടെ സോളിൻ്റെ ബ്ലൂ പ്രിൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആക്ച്വലി ജങ്ക് DNA റിപ്പയർ എന്ന് വിളിക്കാറുണ്ട്, സോളിലുള്ള DNAനെ റിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 2 കാര്യങ്ങളുമാണ് നമ്മൾ DNA റിപ്പയർ അല്ലെങ്കിൽ DNA ആക്ടിവേഷനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ DNA എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തേത് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട്. യൂട്യൂബിൽ നമ്മൾക്ക് ധാരാളം ഗൈഡഡ് മെഡിറ്റേഷൻസ് കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ മെഡിറ്റേഷനെ മിനിമം 1 മാസം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. രണ്ടാമത്തെ വന്നിട്ട് നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ആവുമ്പോൾ, ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ആവുന്ന സമയം ഏതെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ആദ്യത്തെ എൻകൗണ്ടറിൻ്റെ സമയത്ത് തന്നെ നമ്മളുടെ DNA സ്ലൈറ്റ്ലി ആക്ടിവേറ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനെ നമ്മളൊരു പ്രോസസ്സിലൂടെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം വന്നിട്ട് ഓം ചാൻറ്റിങ് ആണ്. നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ മൈൻഡിനെ കാമാക്കാനായിട്ട് ഓം ചാൻറ്റിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും. ഇതും നമ്മളുടെ DNA ആക്ടിവേഷന് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ലൈറ്റ് ലാംഗ്വേജ് കേൾക്കുന്നതും ഹെൽപ്ഫുള്ളാണ് DNA ആക്ടിവേഷന്. ഇതല്ലാതെ അഫ്രമേഷൻസും യൂസ്ഫുള്ളാണ്. അഫ്രമേഷൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അതും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഈ കാര്യങ്ങളൊക്കെയും മിനിമം 1 മാസം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രോസസ്സിൽ ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ DNA ആക്ടിവേറ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ കുട്ടിക്കാലത്ത് തൊട്ട് ഇപ്പോൾ വരെയുള്ള വൂൺസ്, അതിനെയൊക്കെയും ഹീൽ ചെയ്യാനായിട്ട് നമ്മൾക്ക് DNA റിപ്പയർ ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ പാസ്റ്റ് ലൈഫ് വൂൺസിനെ ഹീൽ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിളിനായിട്ട് പലർക്കും വെള്ളം കണ്ടാൽ പേടി തോന്നും, തീ കണ്ടാൽ പേടി തോന്നും, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പേടിയുള്ളവർ കാണും. ഇതൊക്കെയും നമ്മൾ പലപ്പോഴും
നമ്മളിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം, ശരിയായ കാരണമെന്ന് നമുക്ക് മനസ്സിലാവാറില്ല. ഇതൊക്കെയും പാസ്റ്റ് ലൈഫിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടുള്ള ഒരു ഫിയർ ആവാം. ഇതിനെയൊക്കെയും ഹീൽ ചെയ്യാനായിട്ട്, അതായത് സോൾ DNA-യിലുള്ള ജങ്ക് DNA ഹീലിംഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും DNA ഹീലിംഗ്. അടുത്തതായിട്ട് നമ്മൾക്ക് പാസ്റ്റ് ലൈഫ് റിമെമ്പറിങ്, അതായത് പാസ്റ്റ് ലൈഫിനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും പതുക്കെ. നമ്മളുടെ സൈക്കിക് ഗിഫ്റ്റിനെ ഒക്കെയും അൺലോക്ക് ചെയ്യാനായിട്ട്, അതാത് സമയങ്ങളിൽ അൺലോക്ക് ചെയ്യാനായിട്ട് ഈ DNA റിപ്പയർ അല്ലെങ്കിൽ DNA ആക്ടിവേഷൻ പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനും ഫിയർലെസ് ആയിട്ടിരിക്കാനും DNA റിപ്പയർ നമ്മളെ സഹായിക്കും. നമ്മൾക്കുള്ള അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ഉണ്ട്. അതിനെ ആക്സസ് ചെയ്യാനായിട്ട് DNA റിപ്പയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു ട്രൂ പർപ്പസിനെ മനസ്സിലാക്കാൻ DNA റിപ്പയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. DNA റിപ്പയറിലൂടെ നമ്മളുടെ ബേസിക് ബിഹേവിയർ പാറ്റേണിൽ നമ്മൾക്ക് മാറ്റം വരുത്താൻ കഴിയും. അതായത് പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, നീ ചെയ്യുന്ന കാര്യം ഇപ്പോൾ വരെ നമ്മളുടെ കുടുംബത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫാമിലി ട്രീയിലെ നോർമൽ കണ്ടീഷനിങ്ങിനെയൊക്കെയും ബ്രേക്ക് ചെയ്യാൻ നമുക്ക് DNA റിപ്പയർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതല്ലാതെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറേ അസുഖങ്ങളുണ്ട് നമുക്ക്. അതിനെയൊക്കെയും ക്യൂർ ആക്കാനായിട്ട് ഈ DNA റിപ്പയർ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതല്ലാതെ മെയിനായിട്ടും മെഡിറ്റേഷൻ, ഓം ചാൻഡിങ്, ലൈറ്റ് ലാംഗ്വേജ് കേൾക്കുക, ഇതൊക്കെയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതുവരെ നമ്മുടെ ജനറേഷൻസിൽ ചെയ്യാത്ത പല കാര്യങ്ങളായിരിക്കാം നമ്മൾ ഈ ജേർണിയിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യും നമ്മൾ ഇനീഷ്യലായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സൊസൈറ്റിയിലുള്ള പാറ്റേൺസിനെയൊക്കെയും ബ്രേക്ക് ചെയ്യാനായിട്ടാണ്. ബേസിക്കായിട്ട് ഇതൊരു പർപ്പസാണ് ട്വിൻ ഫ്ലെയിംസിൻ്റെ. അപ്പോൾ ഇതൊക്കെയും ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മുടെ തോട്ട് പാറ്റേണെ ആണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ DNA ഹീലിംഗ് ഒരു മേജർ റോളാണ് നമ്മളുടെ ഈ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. DNA ഹീലിംഗിലൂടെ ആക്ച്വലി നമ്മളുടെ ലൈഫിനെ നമ്മൾ റീഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതല്ലാതെ ട്വിൻ ഫ്ലെയിം കൗൺസിലിങ്ങിന്, ഹീലിംഗ് സെഷൻസിന് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ വാട്സപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജിലൂടെ അല്ലെങ്കിൽ നോർമൽ മെസ്സേജിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.